പരീക്ഷിത്ത് ആരാണ്? ആരാ? ആരാ പരീക്ഷിത്ത്? ഓരോ വർഷത്തെ യജ്ഞം കഴിയുമ്പോഴും നിങ്ങൾ വീട്ടിൽ പോയിട്ട് റബ്ബർ വെച്ച് മായ്ച്ചു കളയും. 2025 പോട്ടെ, അല്ലെങ്കിൽ 24 പോട്ടെ, അങ്ങനെയാണോ? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ രുക്മിണി സ്വയംവരത്തിൽ അടപ്രഥമനാണോ ബ്രഹ്മസലിയാണോ എന്ന് വെച്ചാൽ ഇപ്പോൾ പറയൂട്ടെ. കറക്റ്റാണ്. അങ്ങനെ വരട്ടെ, ആലോചിച്ചാൽ കിട്ടും. പൊടി തട്ടിയെടുക്കുക എന്ന് പറയത്തില്ലേ, പൊടി പിടിച്ച് കിടപ്പുണ്ട്. ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പൊടി തട്ടിയെടുക്കാൻ ചില ചോദ്യങ്ങൾ കൊണ്ട് സാധിക്കും. ഇവിടെ കുരുക്ഷേത്ര യുദ്ധം, പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം നടന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവന്മാർ ജയിച്ചു. ഈ യുദ്ധത്തിൻ്റെ അന്ന് രാത്രിയിൽ അവിടെ പാഞ്ചാലിയുടെ യുദ്ധമൊക്കെ ജയിച്ച് കഴിഞ്ഞതിന് ശേഷം പാഞ്ചാലിയുടെ 5 മക്കളെയും ദ്രോണപുത്രനായ അശ്വത്ഥാമാവും കൂട്ടരും ചേർന്ന് ചതിച്ചുകൂടും. അതോടുകൂടി പാണ്ഡവരുടെ കുലത്തിൽ അവശേഷിക്കുന്ന ഏക പരമ്പരയിൽ ഇനിയുള്ളൊരു ജീവൻ എന്ന് പറയുന്നത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലുള്ള ജീവനാണ്. മനസ്സിലായില്ലേ? അഭിമന്യു ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു. അർജുനൻ്റെ പുത്രനാണ് അഭിമന്യു. അഭിമന്യു മരണപ്പെട്ടു. അഭിമന്യു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഗർഭവതിയായിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി ഉണ്ട്, ഉത്തര. ഈ ഉത്തരയുടെ കുഞ്ഞുകൂടി ഇല്ലാണ്ടായാൽ ഈ മഹായുദ്ധം കൊണ്ട് ഒരു ഫലവും ഇല്ലാതായി മാറും. മനസ്സിലായില്ലേ? നേടിയവർക്കും തുടർച്ചയായി രാജ്യം ഭരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഉത്തരയുടെ കുഞ്ഞിനെയാണ് ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഈ സമയം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹം ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവരുടെ അടുത്ത് കുറേ കാലം വസിച്ചു. രാജസൂയ യജ്ഞമൊക്കെ നടത്തി. ഇത് കഴിഞ്ഞപ്പോൾ പാണ്ഡവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറേ കാലമായി ദ്വാരകയിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇനി ഞാൻ തിരികെ അവിടേക്ക് പോവുകയാണ്. നമ്മളൊരു ബന്ധു വീട്ടിലൊരു വിശേഷം വന്നു അല്ലേ, നമ്മൾ അവിടെ ചെന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് താമസിക്കുമോ? തിരിച്ച് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ വീടുകളിലേക്ക് പോകും. ഇതുപോലെ ഭഗവാൻ പറഞ്ഞു, ഞാനിവിടെ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് 2 സംഭവങ്ങൾ പ്രധാനമായിട്ടുണ്ടായി. അതിലെ ഒന്ന്, ഭഗവാന്റെ പാദത്തിലേക്ക് വന്ന് ഉത്തര നമസ്കരിച്ചു. അതാണ് ഒന്ന്. കുന്തി എന്ന് പറയുന്ന ഭഗവാന്റെ അമ്മയ്ക്ക് തുല്യമാണ് കുന്തി, ചിറ്റമ്മയാണ്. കുന്തി ദേവി ഭഗവാനെ പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു, സ്തുതിച്ചു. ഇപ്പോൾ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി, ഭാഗവതത്തിൽ മൊത്തത്തിൽ 34 സ്തുതികളുണ്ട്. ഭാഗവതത്തിൽ എത്ര സ്തുതിയുണ്ട്? 34 സ്തുതികളുണ്ട്. സ്തുതി പ്രധാനം എന്നാണ്, അതിൽ ഭഗവാനെ സ്തുതിക്കുന്ന ഓരോ സ്തുതികളും പരിപൂർണ്ണ ജ്ഞാനത്തിൻ്റെതാണ്. മനസ്സിലായില്ലേ? ഒരു പ്രാർത്ഥന കൊണ്ടല്ല ഭാഗവതം. 34 പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസമുണ്ട്. പല തലത്തിൽപ്പെട്ടവരാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. മനസ്സിലായില്ലേ? ബ്രഹ്മദേവൻ സ്തുതിക്കുന്നുണ്ട്, ഇന്ദ്രൻ സ്തുതിക്കുന്നുണ്ട്, മഹർഷിമാർ സ്തുതിക്കുന്നുണ്ട്. അതേ കണക്കിന് മൃഗങ്ങൾ, നമുക്കറിയാം ഗജേന്ദ്രൻ ഒക്കെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഭഗവാന്റെ സ്വന്തം അമ്മ സ്തുതിക്കുന്നുണ്ട്, വളർത്തമ്മ സ്തുതിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ കുന്തി സ്തുതിക്കുന്നുണ്ട്. ദുഃഖത്തിൽപ്പെട്ടവർ, മോക്ഷം കിട്ടിയവർ, ഭക്തനായ പ്രഹ്ലാദൻ, ഇങ്ങനെ പലതരത്തിൽപ്പെട്ട ആൾക്കാർ ഭഗവാനെ ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ച് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ സ്തുതി കുന്തിയുടേതാണ്. കുന്തി സ്തുതിയുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? കുന്തി എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? കുന്തി എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ രത്നചുരുക്കം? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നേരെ വിപരീതമാണ്. കുന്തി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ദുഃഖം മാത്രം തന്നാലും. നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ മനസ്സറിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇനി നമ്മൾ പ്രാർത്ഥിക്കുമോ? അതുമില്ല. നമുക്കാകെ ഒറ്റ പ്രാർത്ഥനയാണ്, ഭഗവാനെ സുഖം മാത്രം തന്നല്ല. അർഹതയുണ്ടോ യോഗ്യതയുണ്ടോ എന്നൊന്നും പ്രശ്നമല്ല. സുഖത്തിന് വേണ്ടിയിട്ടുള്ള യോഗ്യതയൊന്നും പ്രശ്നമില്ല. പക്ഷെ നീ എനിക്ക് എന്ത് തരണം അല്ലേ? സുഖം മാത്രം തന്നാൽ. പക്ഷെ എന്തുകൊണ്ടാണ് കുന്തി ഇങ്ങനെ സ്തുതിച്ചത്? ഭാഗവത്തിലെ സ്തുതിയായിട്ട് തെള്ളിക്കളയാൻ പറ്റത്തില്ല. പറ്റുമോ? അതും ആദ്യത്തെ സ്തുതിയാണ്, പ്രഥമ സ്തുതിയാണ്. നമ്മളെ ഭാഗവതത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താനുള്ള ആദ്യത്തെ സ്തുതിയാണ് കുന്തിയുടേത്. ഭഗവാനെ ദുഃഖം മാത്രം തന്നാലും. എന്താ കാരണം? കുന്തിക്ക് ഏറ്റവും ആത്മാർത്ഥമായി
ഹൃദയത്തിൽ തട്ടി ഭഗവാനെ വിളിക്കാൻ സാധിച്ചിട്ടുള്ളത് എപ്പോഴാണ്? ദുഃഖമുള്ളപ്പോഴാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കുന്തി പറയുന്നത് തനിക്ക് ജീവിതത്തിൽ ഓരോ ദുഃഖങ്ങൾ ഉണ്ടായപ്പോഴും ആ സമയത്തൊക്കെ ഞാൻ നിന്നെയാണ് ആശ്രയിച്ചത്. ആശ്രയിച്ച സമയത്തെല്ലാം തന്നെ കാരുണ്യ സ്വരൂപനായ നീ കൈവിടാതെ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. സ്വന്തം അനുഭവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ അനുഭവിക്കാൻ സാധിച്ച ദുഃഖം വന്നപ്പോഴാണ്. അപ്പോൾ കുന്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ. നമ്മളതുകൊണ്ട് ദുഃഖം വേണമെന്ന് പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്. ഭഗവാനെ ഏത് നിലയിലാണോ കൂടുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് ആ അവസ്ഥ വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കുന്തിക്ക് അവസ്ഥ എങ്ങനെയാണ്? ദുഃഖം വരുമ്പോഴാണ്. നമുക്ക് സുഖം വരുമ്പോഴാണ്, സുഖം വരുമ്പോഴായിരിക്കാം. മനസ്സിലായില്ലേ? ഇനി സുഖവും ദുഃഖവും ഇല്ലാത്തപ്പോഴാണ് ഭഗവാനെ നമുക്ക് ആശ്രയിക്കാൻ കൂടുതൽ നമുക്ക് അവസ്ഥ ഉണ്ടാകുന്നെങ്കിൽ ആ സമയമാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ഭക്തൻ്റെ പ്രാർത്ഥന എന്തായിരിക്കണം? ഭഗവാനെ നിന്നെ ആശ്രയിക്കാൻ പറ്റുന്ന അവസ്ഥ എന്നെ വിട്ടു പിരിയരുത്. മനസ്സിലായില്ലേ? നിന്നെ ആശ്രയിക്കാൻ പറ്റുന്ന അവസ്ഥ എന്നിൽ നിന്ന് വിട്ടുപോകരുത്. കാരണം കുന്തി ഭഗവാനെ ആശ്രയിച്ചത് മുഴുവൻ ദുഃഖം വന്നപ്പോൾ, അതായത് മക്കൾക്ക് ഓരോ ദുഃഖം വരുമ്പോഴും ഇല്ലേ, അരക്കിലെത്തിപ്പെട്ടപ്പോഴും കള്ളച്ചൂതിൽ പരാജയപ്പെട്ടപ്പോഴും അപമാനിതരായി തീർന്നപ്പോഴും വനവാസത്തിന് പോയപ്പോഴും അജ്ഞാതവാസ കാലഘട്ടത്തിലും കുരുക്ഷേത്ര യുദ്ധക്കളത്തിലും ഒക്കെ തന്നെ ഞാൻ ആരെയാണ് ആശ്രയിച്ച? കുന്തി ഭഗവാനെയാണ്. ആ ഭഗവാനാണ് തൻ്റെ മക്കളുടെ കവചമായി മാറിയതെന്ന് ആർക്കറിയാം? കുന്തിക്കറിയാം. അതുകൊണ്ട് ഭഗവാനെ ഇനിയും എനിക്ക് നിന്നെ ആശ്രയിക്കണം, എനിക്ക് മതിയായിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്നെ ആശ്രയിക്കാനുള്ള അവസരം സൃഷ്ടിക്കണം. അപ്പം നമ്മളും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ആശ്രയിക്കാനുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാന് വേണ്ടിയല്ല. ഭഗവാൻ വരുമോ വരാത്ത രണ്ടാമത്തെ കാര്യമാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം, ഇല്ലേ? ഇനി പ്രാർത്ഥിച്ച എല്ലായിടത്തും ഭഗവാൻ വരുമോ? ഇല്ല. ഭഗവാൻ ഒരു നിരീക്ഷണമുണ്ട്, ആരെയൊക്കെ സ്വീകരിക്കണം. നമ്മൾ ഈശ്വരന്മാരുടെ ചരിതം പറഞ്ഞാൽ കാണാൻ ഏറ്റവും സുന്ദരനായ ഈശ്വരൻ ശ്രീകൃഷ്ണനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഈശ്വരനാരാ? ശ്രീകൃഷ്ണനാണ്. പക്ഷേ ആരാധനയുടെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഭഗവാനെ നമ്മൾ ആരാധിക്കുമ്പോൾ ഭഗവാൻ സുന്ദരനാണ്, വളരെ ആനന്ദ സ്വരൂപനൊക്കെയാണ്. നേരെ മറിച്ച് ഭഗവാൻ നമ്മളെ ആഗ്രഹിച്ച് തുടങ്ങിയാൽ അതിക്രൂരൻ്റെ സ്വഭാവമാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഭഗവാൻ. നമ്മൾ ഭഗവാനെ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഭഗവാനെ ഭജിക്കുമ്പോൾ, നമ്മൾ ഭഗവാനെ നേടാൻ ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ മനോഹരനാണ്, സുന്ദരനാണ്, കാർമുകിൽ വർണ്ണനാണ്, ആരുടെയും മനസ്സിനെ ആകർഷിക്കുന്നവനാണ്. പക്ഷെ നേരെ മറിച്ച് ഭഗവാൻ എപ്പോഴെങ്കിലും നമ്മളെ നേടണം, അല്ലേ, ആ ഭക്തനെ എനിക്ക് കിട്ടണം എന്ന ആഗ്രഹം ഭഗവാന് തോന്നിയാൽ പിന്നെ തനി ക്രൂരൻ്റെ സ്വഭാവം നമ്മളോട് കാണിക്കും. എന്താ കാര്യം വെച്ചാൽ സർവ പരീക്ഷണവും നടത്തി തന്നിൽ തന്നെയാണ് ഇവൻ്റെ മനസ്സെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആര് സ്വീകരിക്കൂ? ഭഗവാൻ സ്വീകരിക്കൂ. മനസ്സിലായില്ലേ? മുഴുവനും ഉരച്ചു നോക്കും നമ്മുടെ ഭക്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യം ഉണ്ടോ. ഇപ്പോൾ ഉള്ള നന്മയെ ഉരച്ചിട്ട് മാലിന്യം കണ്ടെത്തുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഉരയ്ക്കാൻ പോയതിൻ്റെ വിവാദം തീർന്നിട്ടില്ല. മണ്ഡലമാസം കഴിഞ്ഞു മകരവിളക്കിലേക്ക് കയറുമ്പോഴും ഉരച്ചതിൻ്റെ ചെമ്പ് തെളിഞ്ഞതിൻ്റെ കാര്യം ഇപ്പോഴും തീർന്നിട്ടില്ല. ആ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഉരച്ചു നോക്കും നമ്മുടെ ഭക്തിയെക്കുറിച്ച്. അതായത് നമുക്ക് ആശ്രയിക്കാൻ വേണ്ടി പുറമേ ഉള്ള സർവ്വതിനെയും ഭഗവാൻ ഇല്ലാതാക്കും. കാര്യം എന്താ? മറ്റു പലതിനെയും ആശ്രയിക്കാനുള്ളപ്പോൾ നമ്മൾ ആരെങ്കിലും ഭഗവാനെ ആശ്രയിക്കുമോ? അപ്പോൾ നമുക്കൊരു വിഷമം വന്നു, ആശ്രയിക്കാൻ മാമനുണ്ട്, ചിറ്റപ്പനുണ്ട്, ബന്ധുക്കളുണ്ട്, കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമോ? നമ്മൾ ആദ്യം അവരുടെ അടുത്തേക്ക് പോകും, ഇല്ലേ? അപ്പോൾ ആശ്രയിക്കാനുള്ള സർവ്വതും ചുറ്റുവട്ടത്തിലുള്ളതിനെ ആരില്ലാതാക്കും? ഭഗവാൻ ഇല്ലാതാക്കും. മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിലുള്ള ധനം ഇല്ലാതാക്കും, നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കും. പേടിച്ചിട്ട് ആരും നാളെ തൊട്ട് വരാതിരിക്കണ്ട. ഭഗവാൻ നമ്മളെ ഇഷ്ടപ്പെട്ടാലേ ഉള്ളൂ ഈ അവസ്ഥ. നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ ഈ പ്രശ്നമില്ല. നമ്മുടെ ധനം ഇല്ലാതാക്കും, നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കും. അവസാനം നമുക്ക് വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികളെല്ലാം നമ്മളെ തെള്ളിപ്പറയും. കാരണം എല്ലാവരും തെള്ളിപ്പറയുമ്പോൾ നമ്മൾ ആരെ വിളിക്കും? മനസ്സിലായില്ലേ? വേറെ ആരും ആശ്രയിക്കാനില്ലെന്ന പൂർണ്ണ ബോധത്തിലെത്തുമ്പോൾ ഭഗവാനെ വിളിക്കും. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു പൂർണ്ണതയാണ് നമുക്ക് അവസാനം 6ാമത്തെ ദിവസം കുചേലനിൽ കാണാം. മനസ്സിലായില്ലേ? 64 ദിവസം ഭഗവാനോടൊപ്പം ജീവിച്ചിട്ട് പട്ടിണി മാറാത്ത ആളാ ഒറ്റ ദിവസം കൊണ്ട് സർവ്വതും മാറിയെന്ന അനുഭവത്തിലെത്തിയത്.
ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട, കാരണം നിങ്ങൾ ഇനി എടുത്തൊക്കെ പാണ്ഡവന്മാർ ഭഗവാന് പ്രിയപ്പെട്ടവരായിരുന്നില്ലേ? ആയിരുന്നില്ലേ? കുട്ടിക്കാലത്തെ പിതാവ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കിട്ടേണ്ട രാജ്യം കിട്ടിയില്ല. രാജ്യത്തിൻ്റെ പകുതി കിട്ടിയപ്പോൾ തന്നെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊള്ളാൻ ശ്രമിച്ചു ഇല്ലേ? അത് കഴിഞ്ഞിട്ട് കള്ളച്ചൂതിൽപ്പെട്ട് അപമാനിതരായി. സ്വന്തം ഭാര്യയെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോൾ പോലും തിരിച്ചു പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നു ഇല്ലേ? മനസ്സിലായില്ലേ? ഭഗവാന്റെ കാരുണ്യമുള്ളവരാ. അത് കഴിഞ്ഞപ്പോഴോ എല്ലായിടത്തും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ അജ്ഞാതവാസത്തിന് പോകേണ്ടി വന്നു, വനത്തിൽ പോകേണ്ടി വന്നു, അജ്ഞാതവാസത്തിൽ പോകേണ്ടി വന്നു. പിന്നെ കഠിനമായ യുദ്ധം ചെയ്ത് സ്വന്തം മക്കളും ബന്ധുമിത്രാദികൾ വരെ മരിക്കുന്നതിന് കാരണക്കാരായി മാറിയില്ലേ അല്ലേ? ഈ പറഞ്ഞ അഭിമന്യു അടക്കം ആ യുദ്ധക്കളത്തിൽ മരണപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഇതെല്ലാം സംഭവിക്കുമ്പോഴും പാണ്ഡവന്മാർ എപ്പോഴെങ്കിലും ഭഗവാനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഭഗവാനെ നീ കാരണമാണ് അഭിമന്യു മരിച്ചത്, നീ കാരണമാണ് കടോൽഗജൻ മരിച്ചത്, നീ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കൂടുതൽ ആരെ ആശ്രയിച്ചു? ഭഗവാനെ ആശ്രയിച്ചു. അപ്പം നമുക്കിപ്പോൾ പലരെയും ആശ്രയിക്കാനുണ്ട്. നമുക്ക് ആശ്രയിക്കാനുള്ള സമ്പത്തും പ്രൗഢിയും ബന്ധുമിത്രാദികളും ഇല്ലേ? ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ആരെ ആശ്രയിക്കാത്തത്. ഇതൊന്നുമില്ല എന്ന് വന്ന് നോക്കെ, ആരുമില്ല സഹായിക്കുന്ന അവസരം നോക്കെ, പിന്നെ നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കൂ? ഭഗവാനെ വിളിക്കൂ? ആരെ വിളിക്കും? മനസ്സിലായില്ലേ? ഇതാണ് ശ്രീകൃഷ്ണ ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ക്രൂരനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി കുന്തിമാതാവിൻ്റെ അവസ്ഥ പറഞ്ഞു. രണ്ടാമത് വന്ന് പാദങ്ങൾ ആശ്രയിച്ചതാരാ? അവിടെ ഉത്തരയാണ്, അഭിമന്യുവിൻ്റെ പത്നി. ഉത്തര വന്ന് പറയുന്നു, ഭഗവാനെ എൻ്റെ ഗർഭപാത്രത്തിനുള്ളൊരു അഗ്നികുണ്ഡം ജ്വലിക്കുന്നത് പോലെ തോന്നുന്നു, എൻ്റെ കുഞ്ഞിന് എന്തോ ആപത്ത് വരുന്നു എന്ന അനുഭവം വന്നു എന്ന് പറഞ്ഞു. നേരെ ഓടി വന്ന് ആരുടെ പാദത്തിൽ വീണു? ഭഗവാന്റെ പാദത്തിൽ അഭയം തേടി. ഇവിടെ ഉത്തര ഭഗവാന്റെ പാദത്തിൽ അഭയം തേടുമ്പോൾ നമ്മൾ അതിനോട് ചേർത്ത് മറ്റൊരു ചരിതം കൂടി ചിന്തിച്ചാൽ വളരെ നല്ലതാണ്. ഇവിടെ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച മറ്റൊരാളാണ് പാഞ്ചാലി. ഭഗവാന്റെ സഹോദരിയാണ് ആര്? പാഞ്ചാലി അല്ലേ? പാഞ്ചാലി ഭഗവാന്റെ സ്വന്തം സഹോദരി അല്ലെങ്കിൽ സഹോദരി ഭാവമാണ് പാഞ്ചാലിക്കുള്ളത്. ഈ പാഞ്ചാലിയും ഏറ്റവും വലിയൊരു ദുഃഖം വന്നപ്പോൾ ഭഗവാനെ ആശ്രയിച്ചു. ഏറ്റവും വലിയ ദുഃഖം എന്തായിരുന്നു? പാഞ്ചാലിക്കുണ്ടായ ഏറ്റവും വലിയ ദുഃഖം എന്താ? വസ്ത്രാക്ഷേപമായിരുന്നു അല്ലേ? അത് പണ്ടത്തെ കാലത്ത് വെച്ചു. പണ്ട് കാലത്ത് വസ്ത്രം അഴിച്ചതിൻ്റെ പേര് യുദ്ധം നടന്നു. ഇപ്പം വസ്ത്രം ഉടുപ്പിക്കണമെങ്കിൽ യുദ്ധം നടക്കണം. നമ്മൾ ജീവിച്ച് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. പറഞ്ഞൊരു അർത്ഥം മനസ്സിലായില്ലേ? പണ്ട് മാനം മറയ്ക്കാനുള്ള വസ്ത്രം അഴിച്ചതിൻ്റെ പേര് യുദ്ധം നടന്നു. ഇന്നൊന്ന് വസ്ത്രം നല്ലതുപോലെ ഉടുക്കും മക്കളായി മാനം നോക്കി നടക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പേര് ഇടിയടക്കും, വീട്ടിൽ തുടങ്ങും. ആ അവസ്ഥയിലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ എത്തിയപ്പോൾ പാഞ്ചാലി ഭഗവാനെ ആശ്രയിച്ചു ഇല്ലേ? ആ പാഞ്ചാലിയെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ നേരിട്ട് പാഞ്ചാലിയെ സഹായിച്ചോ? ഇല്ല. ഒന്നുകൂടി ഉള്ളിലേക്ക് കയറണം. നമ്മൾ ആദ്യത്തെ അവസാനത്തെ കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കവറിനകത്തുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കവറ് കിട്ടിയാൽ ഒട്ടിക്കുന്നതിന് മുമ്പ് തുറന്നു നോക്കണം, അകത്ത് വല്ലതും ഉണ്ടോ എന്ന്. ഒട്ടിച്ചിട്ട് നോക്കിയാൽ കിട്ടുമോ? കിട്ടത്തില്ല. മനസ്സിലായില്ലേ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ദുശാസനം പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. ആ സഭയിലേക്ക് മുടിക്കുത്തിന് പിന്നീടാണ് സാരി അടിക്കുന്നത്. ആദ്യം മുടിക്കുത്തിന് വലിച്ചോണ്ടാണ് വരുന്നത്. വലിച്ചോണ്ട് വരുമ്പോൾ പാഞ്ചാലി ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ധൃതരാഷ്ട്രരെ, അങ്ങ് ഈ കാഴ്ച കാണുന്നില്ലേ? അങ്ങയുടെ കണ്ണിൻ്റെ പുറം കാഴ്ചയല്ലേ പോയിട്ടുള്ളൂ, അങ്ങയ്ക്ക് അകക്കാഴ്ചയില്ലേ? അങ്ങയുടെ മകൾക്ക് തുല്യമായ എന്നെ, ഇതാ ദുർബലയായ എന്നെ രാജ്യസദസ്സിലേക്ക് വലിച്ചഴക്കുന്നത് തെറ്റല്ലേ? ചോദിച്ചില്ലേ? അപ്പോൾ ഭഗവാനെയാണോ ആശ്രയിച്ചത്? ധൃതരാഷ്ട്ര രാജാവിനെ. അത് കഴിഞ്ഞ് ഭീഷ്മരെ ആശ്രയിച്ചു. ഭീഷ്മരെ ഇത് കാണുന്നില്ല എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് കൃപരെ ആശ്രയിച്ചു, ദ്രോണാചാര്യരെ ആശ്രയിച്ചു, ഗുരുനാഥന്മാരെ. ഇത് കഴിഞ്ഞിട്ട് തൻ്റെ ഭർത്താക്കന്മാരെ എല്ലാം വിളിച്ച് ആശ്രയിച്ചു. മനസ്സിലായില്ലേ? ഇവരാരും സഹായിക്കാനില്ല എന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വന്തം ശക്തിയെ ആശ്രയിച്ചു. അവിടെയും ഭഗവാനിലേക്ക് പോയിട്ടില്ല. ദുശാസനൻ സാരി പിടിച്ച് അങ്ങോട്ട് വലിച്ചു, പാഞ്ചാലി രണ്ട് കൈയോട്ടും ഇങ്ങോട്ട് വലിച്ചു. വടംവലി മത്സരമായിരുന്നു. വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് എന്നിട്ട് വിളിച്ചു കൃഷ്ണ എന്ന്. ഭഗവാൻ വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈ വിട്ടു. ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്നേരം വിട്ടില്ല. കാരണം ഇതാ ഒരു കൈയുടെ പിടുത്തമുണ്ട്. മനസ്സിലല്ലേ? അപ്പോഴും ദേഹാഭിമാന ബോധമുണ്ട്. അവസാനം ഈ കൈയും വിട്ടു. കാരണം വസ്ത്രത്തെയും ശരീരത്തെയും മറന്ന് ഭഗവാനെ വിളിച്ചു. മനസ്സിലായില്ലേ? ആ വസ്ത്രവും ശരീരവും ദേഹവും ഒന്നുമില്ലാതെ അതിനെല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ
എന്ന് വിളിച്ച സമയത്ത് ആര് വന്നു? ഭഗവാൻ വന്നു. മനസ്സിലായോ? അപ്പം നമ്മൾ മറ്റു പലതിനെയും ആശ്രയിച്ചിട്ടല്ല ഭഗവാനെ വിളിക്കേണ്ടത്, പൂർണ്ണ സമർപ്പണത്തെ വിളിക്കണം എന്ന് പാഞ്ചാലിക്ക് അന്ന് ബോധ്യപ്പെട്ടില്ല. പക്ഷേ ആ അനുഭവം കൊണ്ടായിരിക്കാം ഇവിടെ ഉത്തര, അവിടെ അർജുനൻ നിപ്പുണ്ട്, ഭീമൻ നിപ്പുണ്ട്, നകുല സഹദേവന്മാരുണ്ട്. ഇവരുടെ ആരുടെയും അടുത്തേക്ക് പോയില്ല. ആരുടെ അടുത്തേക്കാണ് വന്നത്? ഭഗവാന്റെ അടുത്തേക്ക് വന്നു. മനസ്സിലായി? ഇത് രണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ശരിയായ ഭക്തൻ ദുഃഖങ്ങളൊക്കെ സഹിച്ചിട്ട് ഒടുവിൽ ഭഗവാനെ വിളിക്കുന്നതിന് പകരം തുടക്കത്തിൽ തന്നെ ആരെ വിളിക്കണം? ഭഗവാനെ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങണം. ഉത്തരവനെ ആശ്രയിച്ചു. ഭഗവാൻ ഈ സമയത്ത് തന്നെ ശംഖുചക്ര ഗദാപത്മധാരിയായ ഭാവത്തിലേക്കെത്തി. ഭഗവാൻ നേരെ ഉത്തരയുടെ ഉദരത്തിനുള്ളിൽ പ്രവേശിച്ച് അവിടെ ആ ബ്രഹ്മാസ്ത്രം, ഇവിടെ എന്താ സംഭവിച്ചത്? അശ്വത്ഥാമാവ് പാണ്ഡവരുടെ കുലനാശത്തിന് വേണ്ടി തൊടുത്ത ബ്രഹ്മാസ്ത്രം അത് പിൻവലിക്കാതെ പാണ്ഡവരുടെ വംശനാശം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടത് ഈ ഉത്തരയുടെ ഗർഭത്തിലേക്ക് അയച്ചതാണ്. മനസ്സിലായില്ലേ? അതിനെ, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അതിനെ തകർത്തു. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തെ തകർത്ത് ഭഗവാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു. അതോടുകൂടി ഉത്തരയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിന് പരീക്ഷിത്ത് എന്നാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന പേര്. യഥാർത്ഥ പേരെന്താ? പരീക്ഷത്തിൻ്റെ യഥാർത്ഥ പേരെന്താ? ഇന്നും കൂടെ ഉള്ള ഈ ഇളവ്, നാളെ തൊട്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലേ എപ്പോൾ ശിക്ഷ എഴുതി. ഒന്നുകിൽ നിങ്ങൾ പഠിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കണം. എന്തായാലും പരീക്ഷത്തിൻ്റെ യഥാർത്ഥ പേരെന്താ? വിഷ്ണുരാധൻ. വിഷ്ണുരാധൻ, വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവൻ. മനസ്സിലായില്ലേ? വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവനാരോ അവൻ വിഷ്ണുരാധൻ. അപ്പോൾ ചോദിക്കും, പരീക്ഷത്ത് എന്നുള്ള പേരില്ലേ? ഉണ്ട്. എന്താണ് പരീക്ഷത്തുള്ള പേരിൻ്റെ കാരണം? കർമ്മഫലം കൊണ്ടാണ്. എന്താ കർമ്മഫലം? ഇവിടെ ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭഗവാനെ കണ്ടു. മനസ്സിലായില്ലേ? തന്നെ രക്ഷിച്ച വേളയിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ പുറമേ കാണുന്ന സർവ്വജീവനിലും ഭഗവാനുണ്ടോ എന്നറിയാൻ എല്ലാവരെയും ഒരു പരീക്ഷണത്തോടു കൂടി നോക്കി. മനസ്സിലായില്ലേ? പുറമേ ഉള്ള ജീവനിൽ ഈശ്വരൻ ഉണ്ടോ എന്ന് കാണാൻ, കാരണം ഉള്ളിൽ വെച്ച് കണ്ടല്ലോ, ആ രൂപത്തെ എല്ലാവരിലും ദർശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അതായത് സർവപ്രപഞ്ചത്തിലും ഈശ്വരനെ അന്വേഷിക്കുന്നവനാരോ അവൻ പരീക്ഷത്ത്. ആ പേരിൻ്റെ അർത്ഥം അതാണ്. മനസ്സിലല്ലേ? ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് വിഷ്ണുരാധൻ സ്വഭാവം കൊണ്ട് എന്തായി? സർവ്വതിലും ഈശ്വരനെ അന്വേഷിക്കുന്നവനായി. അതുകൊണ്ട് പരീക്ഷിക്കും. ഇവിടെയും ഭാഗവതം കേൾക്കുമ്പോൾ നമ്മളും ഒരർത്ഥത്തിൽ ആരാവണം? പരീക്ഷിത്താവണം. മനസ്സിലായില്ലേ? നമ്മളും പരീക്ഷിത്തായാലേ ഭാഗവതം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പരീക്ഷത്തിനെ ആധാരമാക്കി ഭാഗവതം പറയുന്നത്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ സർവ്വതിലും ഈശ്വരനെ കാണാനുള്ള ആഗ്രഹം ജനിപ്പിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഈശ്വരനെ അന്വേഷിക്കുന്നവരായി മാറണം. അപ്പോൾ നമുക്കും പരീക്ഷത്ത് എന്നുള്ള പേരിന് അർഹനാവും. ഈ പരീക്ഷത്ത് പാണ്ഡവർക്ക് ശേഷം എന്തായി? രാജാവായി മാറി. അങ്ങനെ പാണ്ഡവർ ഭഗവാൻ സ്വധാമപ്രാപ്തി ചെയ്തു. ശരീരം വെടിഞ്ഞതിന് ശേഷം പാണ്ഡവന്മാരറിഞ്ഞു ഭഗവാൻ ശരീരത്തെ ഉപേക്ഷിച്ചു. ഭഗവാൻ ഇല്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. അവരും നേരെ എന്ത് ചെയ്തു? സർവ്വതും ഉപേക്ഷിച്ചു. അവരും അവരും മഹാപ്രസ്ഥാനം ചെയ്ത് ശരീരത്തെ വെടിഞ്ഞു. പകരം രാജാവായിട്ട് ആര് വന്നു? പരീക്ഷത്ത് വന്നു. ആ പരീക്ഷത്ത് രാജാവായിരിക്കുന്ന സമയത്താണ് കലിയെ യുദ്ധം ചെയ്ത് കീഴടക്കുന്നത്. ഈ പരീക്ഷത്ത് വളരെ ധർമ്മിഷ്ഠനാണ്. ഈ രാജാവായിരിക്കുന്ന വേളയിൽ ഇദ്ദേഹം നായാട്ടിന് വേണ്ടി പുറപ്പെട്ടു. നായാട്ടിന് പോയി തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ട്, ദാഹമുണ്ട്. ഇദ്ദേഹം വളരെ ക്ഷീണിതനായി തീർന്നു. ഇദ്ദേഹം വരുന്ന യാത്രയിൽ ഇദ്ദേഹം ഈ ദാഹം തീർക്കാൻ വേണ്ടി നോക്കുമ്പോൾ വനത്തിലൊരു പർണശാല കണ്ടു, ഒരു ആശ്രമം കണ്ടു. ഇദ്ദേഹം അവിടേക്ക് ചെന്നു. ഈ ആശ്രമത്തിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു മഹർഷി ഇരിക്കുന്നു, തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം മഹർഷിയോട് പറഞ്ഞു, അല്പം ജലം വേണം കുടിക്കാൻ, ഭക്ഷണം വേണം. ഇത് രണ്ടും ആവശ്യപ്പെട്ടു. മഹർഷി ആകട്ടെ ഭഗവത് ചിന്തയിൽ മുഴുകിയത് കൊണ്ട് മഹർഷി ഇത് ശ്രവിച്ചില്ല, ഇതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല. ആ മഹർഷി ഇങ്ങനെ തപസ്സിൽ മുഴുകിയിരുന്നു. ഇദ്ദേഹത്തിന് കുറേ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ദേഷ്യം വന്നു. കാരണം പലതവണ ചോദിച്ചു, വെള്ളം ചോദിച്ചിട്ട് വെള്ളം തരുന്നില്ല, ഭക്ഷണവും കിട്ടുന്നില്ല. അപ്പോൾ പലതവണ ചോദിച്ചപ്പോൾ ദേഷ്യം വന്നു. ആ ദേഷ്യം വർദ്ധിച്ചു വന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു ചത്ത പാമ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ പാമ്പിനെ ഒരു വില്ല് കൊണ്ട് തോണ്ടിയെടുത്ത് എന്ത് ചെയ്തു? മഹർഷിയുടെ കഴുത്തിലിട്ടു. എന്തിനാ ഈ പാമ്പിനെ ഇട്ടത്? വെറുതെ ഒരു പാമ്പിനെ പിടിച്ച് കഴുത്തിലിടണ്ടല്ലോ. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇവിടെ സാധാരണഗതിയിലും മാലയിടുന്നത് ഒരാളെ ബഹുമാനിക്കാനാണോ അപമാനിക്കാനാണോ?
ബഹുമാനിക്കാനാണ്. ഇവിടെ മഹർഷി ജ്ഞാനിയാണ്, അറിവുള്ള ആളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ എന്താ ചെയ്യേണ്ടത്? ബഹുമാനിക്കുകയാണ് വേണ്ടത്. പക്ഷേ അദ്ദേഹം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കർമ്മം ചെയ്തില്ല. തനിക്ക് വെള്ളം തന്നില്ല, തനിക്ക് ഭക്ഷണം തന്നില്ല, അതുകൊണ്ട് ബഹുമാനിക്കുന്ന രൂപത്തിൽ അപമാനിച്ചു. മനസ്സിലല്ലേ? ഇട്ടത് മാല തന്നെയാണ്. ഇട്ടത് എന്തിനെയാ? ചത്ത പാമ്പിനെ അല്ലേ? എന്താ ഈ ചത്ത പാമ്പ്? അപ്പോൾ പറയാം അവിടെ കിടന്നതാണ് അതുകൊണ്ട് അതെടുത്തിട്ട്. അങ്ങനെയല്ല, ഓരോ കഥാപാത്രങ്ങൾ യോജിക്കുന്നതിനും പ്രത്യേകതയുണ്ട്. ഇവിടെ ജീവൻ പ്രാണന്റെ പ്രതീകമാണ് പാമ്പ്. മനസ്സിലായില്ലേ? പ്രാണസഞ്ചാരത്തിൻ്റെ പ്രതീകമാണ് പാമ്പ്. അത് മനസ്സിലാക്കണമെന്നാണ് ഹിന്ദുവിൻ്റെ ക്ഷേത്രാരാധനയിൽ നാഗാരാധനയുള്ളത്. അല്ല നാട്ടിലെ പൊളവനും ചേരയും മൂർഖനും രാജവെമ്പാലയും അല്ല. ഇപ്പം നമ്മൾ തെറ്റിദ്ധരിച്ചതിനെ നാട്ടിലെ പാമ്പാണ് ക്ഷേത്രത്തിലെ നാഗരാജാവെന്ന് സങ്കല്പിച്ചിട്ട് പോകുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല. പ്രാണന്റെ ഉത്ഥാന പ്രക്രിയയാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടത് അല്ലേ? ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സർവ്വ ജീവജാലങ്ങളെയും വെച്ച് പൂജിക്കാനുള്ളതാണോ? ഒരു ജീവൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ളതാണോ? എന്തിനുള്ളതാ? ഒരു ജീവൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ളതാണ്. മനസ്സിലായില്ലേ? ക്ഷയാൽ ത്രായതേ ഇത് ക്ഷേത്രം. ക്ഷയത്തിൽ നിന്ന് ഉയർത്തുന്നതെന്തോ അത് ക്ഷേത്രം. ക്ഷേത്രം എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, ശരീരം. മനസ്സിലായില്ലേ? നമ്മുടെ ഒരാളിൻ്റെ ശരീരത്തിലുള്ള സർവ്വ ഘടകങ്ങളുമാണ് ക്ഷേത്രമായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പാമ്പുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ പാമ്പുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഇന്നോട്ട് ക്ഷേത്രത്തിൽ പോകരുത്. ഉണ്ട്. പ്രാണൻ അത് മുകളിലേക്ക് ഉയരുന്നത് എപ്പോഴും ഇങ്ങനെ വളഞ്ഞിട്ടാണ്. കാരണം എനർജിയാണ്. എനർജി സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിന്ന് സ്കൂളുകളിൽ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ എനർജിയുടെ സഞ്ചാര ദിശ എങ്ങനെ? തരംഗരൂപത്തിലല്ലേ? അതോ നേരെയാണോ? തരംഗരൂപത്തിലാണ്. മനസ്സിലല്ലേ? ഈ തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് തരംഗ സ്വരൂപത്തിലുള്ള പാമ്പിനെ എനർജിയുടെ പ്രതീകമായി സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർമാരുടെ ചിഹ്നം ഒന്ന് നോക്കണം. ഒരു 2 പാമ്പ് ഇങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ പോകുന്നതാണൊക്കെ ഒരു ചിഹ്നം കൊടുത്തിരിക്കും. കണ്ടിട്ടുണ്ടോ? 2 പാമ്പ് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. ഉണ്ടോ? ക്ഷേത്രം ശരീരം എന്ന് വരുമ്പോൾ ക്ഷേത്രത്തിൽ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ പ്രാണൻ്റെ ഉയർച്ചയുടെയാണ്. പ്രാണൻ 6 പടി കടന്ന് ഉയരണം. അതുകൊണ്ടാണ് ശിവൻ്റെ ഒരു കീർത്തനമുണ്ട്, എളുപ്പമായുള്ള വരട്ടെ, ബാക്കി വരട്ടെ, എളുപ്പമായുള്ള ആ ആ ആ ഉറപ്പാണോ? 6 പടി കടന്ന് അവിടെ ചെന്ന ശിവനെ കാണാവോ? ഉറപ്പാണോ? ഏതാ ഈ 6 പടി? അപ്പോൾ ശിവനെ കാണാനുള്ള ഉറപ്പില്ല. 6 പടി അറിയാതെ നിങ്ങളെങ്ങനെ 6 പടി കടക്കുന്നത്? ആ ആ വരട്ടെ. ഒന്ന് 2 എണ്ണം പറഞ്ഞു, ബാക്കി കൂടെ പറഞ്ഞോ. മൂലാധാര സാധിഷ്ഠാന മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ. ഇതിൽ ആദ്യത്തെ 3 പടി കടക്കലാണ് നാഗരാജാവിൻ്റെ ദൗത്യം. അടുത്ത 3 പടി കടക്കലാണ് ഗണപതിയുടെ ദൗത്യം. ഇവർക്ക് 2 പേർക്ക് നാഗബന്ധമുള്ളവരാണ്. ഗണപതിയിലും നാഗമുണ്ട്. എന്താ ഗണപതിയിലെ നാഗം? സാധാരണ 1 മണിക്കാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കൊടുക്കും. ഇവിടെ പ്രവാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗണപതിയിലെ നാഗബന്ധം എന്താ? ഉറക്കപ്പറ. തുമ്പിക്കൈ നാഗമാണ്. ഷോ ഗണപതിയിലെ നാഗബന്ധം എന്താ? ഗണപതിയുടെ പൂണൂല് പാമ്പാണ്. മനസ്സിലായില്ലേ? ഗണപതിയുടെ ഉപവീതം എന്ന് പറയുന്നത് പൂണൂലെന്ന് പറയുന്നത് നാഗമാണ്. അതിപ്പോൾ ചില ചിത്രകാരന്മാർ വയറ്റിൽ കെട്ടുന്ന ബെൽറ്റാക്കിയിട്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, ഒരു പാമ്പ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതല്ല, ഗണപതിയുടെ പൂണൂല് നാഗമാണ്. മനസ്സിലായില്ലേ? ഈ നാഗവും നാഗരാജാവുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയാലേ യഥാർത്ഥ നാഗപൂജ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ പാമ്പാണെന്ന് വിചാരിച്ചു.
ഗണപതിയുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നാഗരാജ ഉപവീതമേ നമ. ഉപവീതം എന്ന് വെച്ചാൽ പൂണൂല്, മനസ്സിലായില്ലേ? നാഗയജ്ഞ ഉപവീതമേ, നാഗയജ്ഞ ഉപവീതമേ നമ. മനസ്സിലായോ? അപ്പം ബാക്കി 3 ചക്രങ്ങൾ ഉയർത്തുന്നത് ഗണപതിയാണ്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പം നമുക്കത് കുറച്ചുകൂടി വ്യക്തമാവും. അപ്പം നമ്മൾ അതിലേക്ക് പോയാൽ കുറച്ച് ടൈറ്റാവും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ നമ്മുടെ ഉള്ളിലുള്ള നാഗതത്വം എന്ന് പറഞ്ഞു. ആ നാഗതത്വത്തെ ഉയർത്തുന്ന പടിയാണ്. അപ്പോൾ ജീവൻ്റെ പ്രതീകമാണ് നാഗം. ഇപ്പം നമ്മൾ അത്രയും മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഈ ജീവൻ്റെ പ്രതീകമായിട്ടുള്ള നാഗം, ഇവിടെ ഈ മഹർഷിയുടെ രീതി എന്തായിരുന്നു? ജീവനുള്ള ഒരാളിൻ്റെ രീതിയിലാണോ മഹർഷി പ്രതികരിച്ചത്? ആണോ? മഹർഷിയോട് രാജാവ് എന്ന് വെള്ളം ചോദിച്ചു. ജീവനുള്ള ആളിൻ്റെ സ്വരൂപത്തിൽ കാട്ടുന്ന പ്രകൃതത്തിലാണോ അദ്ദേഹം പ്രതികരിച്ചത്? ആണോ? അല്ല. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഞാനിപ്പോൾ പറയുകയാണ്, അവിടെ ഇരിക്കുന്ന ആ സാധനം ഇങ്ങോട്ടൊന്ന് എടുക്കണം, ഒന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ അനങ്ങാതെ ഇങ്ങനെ തന്നെ ഇരിക്കുക, അതൊന്ന് എടുത്തു തരണം. വീണ്ടും ഇങ്ങനെ തന്നെ ഇരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ജീവൻ്റെ ലക്ഷണം പ്രകടിപ്പിക്കുന്നില്ല. മനസ്സിലായില്ലേ? നിർജീവമായിരിക്കുന്നു, ജഡതുല്യമായിരിക്കുന്നു, ചലനമില്ലായിരിക്കുന്നു. മഹർഷി അവിടെ നിർജീവനായിരുന്നു അല്ലേ? അതുകൊണ്ട് മഹർഷിയെ അങ്ങേ ബഹുമാനിക്കേണ്ട ആളാണ്, പക്ഷെ അങ്ങ് ജഡതുല്യനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ജഡമായ പാമ്പിനെ ഇട്ടത്. വെറുതെ അല്ല പാമ്പിനെ ഇട്ടത്, ജഡതുല്യമായ പാമ്പിനെ ഇട്ടുകൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നേരെ രാജാവ് അങ്ങ് പോയി. രാജാവ് പോയ സമയത്ത് അദ്ദേഹത്തിന് തോന്നി വേണ്ടിയിരുന്നില്ല. ഇത്രയും അറിവുള്ള തനിക്ക് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു കോപം വന്നു. ആ കോപത്തിൻ്റെ പുറത്ത് തനിക്ക് ഈ ദുഃഖം വന്നു. മഹാത്മാവായ ഒരാളിനെയും ഇന്ന് വരെ നിന്ദിക്കാത്ത താൻ സാക്ഷാൽ ഭഗവാനെ ഗർഭാശയത്തിൽ വെച്ച്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടെത്താൻ അല്ലേ? ഇപ്പോൾ ഇതാ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ചെയ്താലും തെറ്റാണെന്നറിഞ്ഞാൽ അതെന്ത് ചെയ്യണം? പ്രായശ്ചിത്തം വേണം അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് കുട്ടിക്കാലത്തെ വീടുകളിൽ പഠിപ്പിക്കുമായിരുന്നു പണ്ട്. പ്രായശ്ചിത്തം ചെയ്യാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഈ ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിലെ കുട്ടികൾ ഓടി നടക്കുമ്പോൾ അറിയാതെ മുതിർന്ന ആരുടെയെങ്കിലും കാലിലൊന്ന് ചവിട്ടിയാൽ എന്തു പറയും? അതാ പ്രായശ്ചിത്തം. അത്രയേ ഉള്ളൂ സാധനം. മനസ്സിലായില്ലേ? ഇതുപോലെ അനവധി പ്രായശ്ചിത്തങ്ങൾ അല്ലേ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കും. അത് തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കും. കാരണം അത് തെറ്റാണെന്നൊരു ഓർമ്മ അവർ വരണം. അപ്പം നാളെ എന്ത് ചെയ്യരുത്? ആവർത്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? രാജാവിനും തോന്നി താൻ തെറ്റ് ചെയ്തല്ലോ എന്ന ചിന്തയിൽ രാജാവ് തിരിച്ചു. ഇതേ സമയത്ത് ഈ മഹർഷിയുടെ മകൻ, മഹർഷിയുടെ പേര് ശമീചകൻ എന്നാണ്, അദ്ദേഹത്തിൻ്റെ മകൻ കളിക്കുന്ന സ്ഥലത്ത് ആരോ പറഞ്ഞു, നിൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരാൾ പാമ്പിനെ എടുത്തിട്ട്, ചത്ത പാമ്പിനെ ഇട്ടിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞു. ഈ മകൻ ഇത് കേട്ടു. ആരാണ് പാമ്പിനെ ഇട്ടതെന്നറിയില്ല, എന്തിനാണ് ഇട്ടതെന്നറിയില്ല. പക്ഷെ അച്ഛനെ അപമാനിച്ചു. മകന് കോപം വന്നു, ദേഷ്യം വന്നു അല്ലേ? മക്കൾക്ക് സ്വഭാവമായിട്ടുണ്ടാവാം. മകൻ എന്ത് ചെയ്തു? കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നദിയിലിറങ്ങി അല്പം ജലം കയ്യിലെടുത്ത് മന്ത്രം ജപിച്ച് ആചമനം ചെയ്ത് നേരെ ഒരു ശാപം കൊടുത്തു. ആ വ്യക്തി ഇന്നേ 7-ാം നാൾ തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കട്ടെ. ശാപം കൊടുത്തു. ഇത് കഴിഞ്ഞ് ഈ മകൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ, അച്ഛാ അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയെ അപമാനിച്ചവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? കൊടുത്തില്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ അച്ഛന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? നീ ആണടാ എൻ്റെ മകൻ, കാര്യം എന്താ? എന്നെ അപമാനിച്ചവന് തക്ക പണി നീ കൊടുത്തു അല്ലേ? ശരിയല്ലേ? ഇന്ന് അച്ഛൻ റോഡിലിറങ്ങി ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിൽ വന്ന് മക്കളെയും വിളിച്ചുകൊണ്ട് റോഡിൽ പോയിട്ട് മറ്റവനെ അടിക്കാൻ കൊണ്ടുപോകും. ഇതാണ് ഇന്നത്തെ രക്ഷാകർത്താവ്. ഇതിലൂടെ ഈ കുഞ്ഞിനെ നശിപ്പിക്കലാണ് ചെയ്യുന്നത് അല്ലേ? അവനൊരു അക്രമത്തിനുള്ള വാസന ഉണ്ടാക്കി കൊടുക്കലാണ്. ആണോ അല്ലയോ? ഇവിടെയാണ് ഒരു നല്ല പിതാവ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഭാഗവതത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഈ മഹർഷി ശമീചകൻ മകനോട് പറഞ്ഞു, മകനെ നീ ചെയ്തത് തെറ്റായിപ്പോയി. രാജാവ് പാമ്പിനിട്ട തെറ്റാണെന്ന് പറഞ്ഞില്ല, പകരം പറഞ്ഞു നീ ചെയ്തത് തെറ്റായിപ്പോയി. കാരണം എന്താ? ശപിക്കുക, ക്രോധം വരിക എന്നത് സദ്ഗുണമാണോ ദുർഗുണമാണോ? ദുർഗുണമാണ്. ആ ദുർഗുണം
ഈ കുട്ടിക്ക് കുട്ടിക്കാലത്തെ പ്രകടമായാൽ അത് ഫലിക്കുകയും ചെയ്യും, അല്ലേ? അത് ഫലിച്ചു കഴിഞ്ഞാൽ അവന് കണ്ടോ, ഞാൻ ശപിച്ചപ്പോൾ ഒരു രാജാവ് പാമ്പിൻ്റെ കടിയേറ്റ് ചത്തു എന്ന് വരുമ്പോൾ ഇവന് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാനും ശപിക്കാനുമുള്ള വാസന കൂടുവോ കുറയുമോ? മനസ്സിലായില്ലേ? അങ്ങനെ വർദ്ധിച്ചു വന്നാൽ ഇവൻ ദുഷ്ടനായി മാറും, ദുരാചാരിയായി മാറും. ഈ ദുർഗുണം വർദ്ധിച്ചു വരും. അതുകൊണ്ട് അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു, മകനെ നീ ചെയ്തത് തെറ്റായി പോയി. എന്തുകൊണ്ടാണ് നമുക്കൊന്ന് ചിന്തിക്കാം. വെറുതെ പറഞ്ഞതല്ല, ഇതുകൊണ്ട് മാത്രം പറഞ്ഞാണോ? അല്ല. യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഈ കുട്ടി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരിക്കലും കൃത്യമായി കാര്യം മനസ്സിലാക്കാതെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? കൃത്യമായ വസ്തുത അറിയാതെ തീരുമാനമെടുക്കാൻ പാടില്ല. അതെപ്പോഴും ദുഃഖത്തിന് കാരണമായി തീരും. ശരിയല്ലേ? അതിനാണ് പണ്ടുള്ളവർ നമ്മളോട് പറയും, കാള പെറ്റെന്ന് കേട്ടാൽ എന്ത് ചെയ്യരുത്, അല്ലേ? വ്യക്തമായി അറിയണം. കേൾക്കുന്നതാണെങ്കിലും കാണുന്നതാണെങ്കിലും വ്യക്തമായി അറിയണം. അതൊരു കാര്യം. രണ്ടാമത്തത്, ആരെയാണ് ശപിക്കുന്നതെന്ന് കുട്ടിക്ക് അറിയാമായിരുന്നോ? ഇല്ല. മനസ്സിലായില്ലേ? ഇനി അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് കുട്ടി അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതുമില്ല. ആരോ വന്ന് പറഞ്ഞു നിൻ്റെ അച്ഛനെ ഒരുത്തൻ അപമാനിച്ചു, അപ്പോഴേ ചാടി ഇറങ്ങി ശപിച്ചു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മോനെ അറിയാതെയാണെങ്കിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. മഹർഷി പറയാം, എന്താ തെറ്റ്? ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നതാണെന്നുള്ളത് ശരി, പക്ഷേ അതിഥിയായി വന്ന ആളിനെ സൽക്കരിക്കാൻ പറ്റിയോ? പറ്റിയില്ല. ഇനി ദാഹിച്ചു വന്ന ഒരാൾ ദുഃഖിതനല്ലേ, ആ ദുഃഖിതനായി വന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയോ? പറ്റിയില്ല. മനസ്സിലല്ലേ? ആ വീഴ്ച എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറുഭാഗത്ത് നോക്കിയാൽ ധർമ്മിഷ്ഠനായ രാജാവാണ്. അദ്ദേഹത്തിന് ആ ശാരീരിക ക്ഷീണം കൊണ്ട്, ജലത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒരു ചെറിയ തെറ്റ് ചെയ്തു. അത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ഒരു തെറ്റ് ക്ഷമിക്കുക എന്നത് മഹത്വവും ആ തെറ്റിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അടുത്ത തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വീഴ്ചയുമാണ്. പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? ഒരു തെറ്റ് അഥവാ ഒരാൾ ചെയ്താൽ അത് ക്ഷമിച്ചുകൊണ്ട്, മനസ്സിലായില്ലേ, തിരുത്താൻ സഹായിക്കുന്നത് മഹത്തരം. നേരെ മറിച്ച് ഒരാളുടെ ഭാഗത്തൊരു തെറ്റുണ്ടായാൽ അതിന് ഫലമായി മറ്റൊരു തെറ്റ് ചെയ്തതുകൊണ്ട് ഉണ്ടോ? ഒരിക്കലുമില്ല. ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്താനാണ്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാവാറില്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ക്ഷമിക്കുക എന്നതൊരു വലിയ സദ്ഗുണമാണ്. നേരെ മറിച്ച് കോപിക്കുക എന്ന് പറഞ്ഞാലോ സദ്ഗുണമാണോ? ദുർഗുണമാണ്. അപ്പം മകൻ ഒരിക്കലും ദുർഗുണത്തിലേക്ക് പോകരുത്, സദ്ഗുണത്തിൽ ഉറയ്ക്കണം. ഇതൊരു പിതാവ് വളരെ കൃത്യമായി തൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് നിർണായകമായി ഇത്തരം സൂക്ഷ്മ ചിന്തകളാർക്കുണ്ടാവണം? അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണം. വേണോ വേണ്ടയോ? അതോ നമ്മൾ വഴക്ക് കൂടി പരാജയപ്പെടുമ്പോൾ മക്കളെ കൂടി രണാങ്കണത്തിലേക്ക് ഇറക്കി യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? ശരി, അവിടം വരെയുള്ള ഭാഗം നമുക്ക് അവിടെ വെച്ച് ചിന്തിക്കാം.